നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലാൻഡിങ്ങിന് മുമ്പ് ഈ വിമാനം പല അപകടങ്ങൾ മുന്നിൽ കാണുകയും ലാൻഡിങ് വലിയൊരു അപകടത്തിലേക്ക് പോകുന്നു എന്ന് യാത്രക്കാർക്ക് ഒരു പ്രതീതി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സന്ദേശം കിട്ടുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുകയാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലാൻഡിങ്ങിന് മുമ്പ് വിമാനത്തിൻ്റെ ടയർ പൊട്ടിയതായി കണ്ടെത്തി. ഇതിനെ തുടർന്ന് അധിക സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കി വിമാനം നിലത്തിറക്കി. വിമാനവും യാത്രക്കാരും പൂർണ്ണ സുരക്ഷിതരാണെന്ന് വിമാന കമ്പനി പിന്നീട് അറിയിച്ചു. ഞായറാഴ്ച രാവിലെ ചെന്നൈ വിമാനത്താവളത്തിലായിരുന്നു ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. ജയ്പൂരിൽ നിന്ന് തൂത്തുക്കുടിയിലേക്കുള്ള വിമാനം ടയർ പൊട്ടിയതിനാൽ അടിയന്തരമായി ചെന്നൈ വിമാനത്താവളത്തിൽ ഇറക്കുകയായിരുന്നു. 85 യാത്രക്കാരുമായി പോകുകയായിരുന്നു വിമാനം. ടയറിന് സാങ്കേതിക പിഴവുണ്ടെന്ന് പൈലറ്റ് കണ്ടെത്തി. ഇതേ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കാണുന്നത്. 15 മിനിറ്റ് ആകാശത്ത് വട്ടമിട്ടു. അതിനുശേഷം പതുക്കെ റൺവേയിലേക്ക് ഇറക്കുകയായിരുന്നു. ഇതിനിടയിൽ വിമാനത്തിൻ്റെ ഒരു ടയർ പൊട്ടിയതായി കണ്ടെത്തുകയും ചെയ്തു. ജയ്പൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് വരികയായിരുന്ന സ്പേസ് ജെറ്റ് വിമാനത്തിൻ്റെ ടയറാണ് പൊട്ടിയത്. വിമാനം ജയ്പൂരിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തതിന് പിന്നാലെ റൺവേയിൽ പൊട്ടിയ ടയറിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. എയർ ട്രാഫിക് കൺട്രോൾ ടവറിൽ വിവരം അറിയിച്ചതനുസരിച്ച് പൈലറ്റുമാർക്ക് വിവരം കൈമാറി. വിമാനത്തിൻ്റെ വിവരങ്ങൾ നിരീക്ഷിച്ചു. എല്ലാം കൃത്യമായിരുന്നതിനാൽ യാത്ര തുടർന്നു. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് യാത്ര തുടർന്നു. ചെന്നൈ എയർ ട്രാഫിക് കൺട്രോളിന് വിവരം കൈമാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ വിമാനം ചെന്നൈയിലെത്തിയപ്പോൾ ലാൻഡിങ്ങിന് മുന്നോടിയായി ടവറിൽ നിന്ന് ടയറുകൾ നേരിട്ട് നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. വിമാനത്തിൻ്റെ 2ാം വീലിന് തകരാറുകൾ സംഭവിച്ചതായും ടയർ പൊട്ടി ചില ഭാഗങ്ങൾ പുറത്തേക്ക് വന്നതായും കണ്ടെത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എമർജൻസി ലാൻഡിംഗ് പ്രഖ്യാപിച്ച് വിമാനത്താവളത്തിൽ ചട്ടപ്രകാരമുള്ള അധിക സുരക്ഷാ സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. വിമാനം സാധാരണ പോലെ തന്നെ സുരക്ഷിതമായി ലാൻഡ് ചെയ്തതായും സാധാരണ പോലെ ബ്രേക്ക് ചെയ്ത് നിർത്തി സുരക്ഷിതമായി പാർക്ക് ചെയ്യുകയും ചെയ്തതായി വിമാന കമ്പനി അധികൃതർ പുറത്തേക്ക് പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു. യാത്രക്കാരെ എല്ലാവരെയും സുരക്ഷിതമായി വിമാനത്തിൽ നിന്ന് പുറത്തിറക്കുകയും ചെയ്തു. എന്തായാലും വലിയൊരു അപകടമാണ് ഒഴിവായി പോയത്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുമ്പോൾ യാത്രക്കാർക്ക് ഉണ്ടാകുന്ന വലിയൊരു ആശങ്കയുണ്ടല്ലോ. മാത്രമല്ല ഇത് പൈലറ്റ് അതുപോലെ തന്നെ വിമാന ജീവനക്കാർക്കുണ്ടാകുന്ന ആശങ്കയുടെ മണിക്കൂറുകൾക്കൊടുവിൽ അതൊരു നല്ല രീതിയിൽ പര്യവസാനിച്ചതിൻ്റെ ആശ്വാസത്തിലാണ് എല്ലാവരും. അതേസമയം മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അയോവയിൽ നിന്ന് മിനിസോഡയിലേക്ക് പോവുകയായിരുന്ന ചെറുവിമാനം മിനിയാപോളിസിലെ പ്രാന്തപ്രദേശത്ത് ഒരു വീടിന് മുകളിൽ തകർന്നു വീണു. ഈ അപകടത്തിൽ ഒരാൾ മരിച്ചു. വിമാനം മുകളിൽ പതിച്ചതിനെ തുടർന്ന് വീടിന് തീ പിടിച്ച് പൂർണ്ണമായും വീട് കത്തി നശിച്ചുവെന്നാണ് വിവരം. ഒറ്റ എഞ്ചിനുള്ള വിമാനത്തിൽ ബാങ്ക് എക്സിക്യൂട്ടീവായ ടെറി ഡോളൻ എന്ന വ്യക്തിയാണ് മരിച്ചത് എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. വിമാനത്തിൽ അദ്ദേഹം മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. വിമാനം ഡോളൻ്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഡോളൻ മരിച്ചെങ്കിലും വിമാനം ഇടിച്ചിറങ്ങിയ ഈ വീട്ടിൽ ഉണ്ടായിരുന്ന ഒരാൾ രക്ഷപ്പെട്ടു എന്നതും ആശ്വാസകരമാണ്. 63 വയസ്സുള്ള ഡോളൻ 2023 US ബാങ്കിൻ്റെ വൈസ് ചെയറും അതുപോലെ തന്നെ ചീഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസറുമായിരുന്നു. 1998 കമ്പനിയിൽ ചേർന്ന അദ്ദേഹം 26 വർഷത്തിലേറെ ജോലി ചെയ്തു. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ തുടങ്ങി വിവിധ സ്ഥാനങ്ങൾ വഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. US ബാങ്കിൻ്റെ വെൽത്ത് മാനേജ്മെൻറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസസ് ഡിവിഷനെയും അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ അടക്കം സമൂഹ മാധ്യമങ്ങൾ അടക്കം പ്രചരിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ആകാശത്ത് നിന്ന് വിമാനം താഴേക്ക് പതിക്കുന്നതും പിന്നീട് ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ തകർന്നു വീഴുന്നതുമാണ്. മറ്റ് ദൃശ്യങ്ങളിൽ വിമാനം ഇടിച്ചിറക്കിയ വീട് അഗ്നിക്കിരയായതായും പ്രാദേശിക അഗ്നിശമന സേനാംഗങ്ങൾ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതും ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. എന്തായാലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വിമാനങ്ങൾ അപകടത്തിൽപ്പെടുന്ന വാർത്തകൾ ശരിക്കും വലിയൊരു വിഷമകരമായ വാർത്തകൾ തന്നെയാണ്. എത്രയോ അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നു. വിമാന അപകടങ്ങൾ, ലാൻഡിങ്ങിന് മുമ്പ് ഈ വിമാനത്തിൽ അപകടം ഒളിഞ്ഞിരുന്നുവെന്ന് കണ്ടെത്തുന്ന സാഹചര്യങ്ങൾ, ലാൻഡിങ്ങിന് ശേഷം അല്ലെങ്കിൽ ഈ ടേക്ക് ഓഫിന് ശേഷം ഈ ഇത്തരത്തിൽ അപകടങ്ങളുണ്ട് അല്ലെങ്കിൽ സാങ്കേതിക തകരാറുകളുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് എത്രയോ വിമാനങ്ങൾ തിരിച്ചിറക്കിയിരിക്കുന്നു. ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും യാത്രക്കാരെ വലിയ രീതിയിൽ ബാധിക്കും. അതായത് അപകടമൊന്നും ഉണ്ടാകാതെ മാറിപ്പോകുന്നത് വളരെ ആശ്വാസകരം. പക്ഷേ അത്രയും നേരം യാത്രക്കാരുടെ യാത്ര ഡിലേ ആകുന്നു, ഒരുപാട് യാത്രക്കാർ ബുദ്ധിമുട്ടിലാകുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നതും യാഥാർത്ഥ്യമായ കാര്യം തന്നെയാണ്.